വെൽക്കം ബാക്ക്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ വീഡിയോ നമ്പർ 2 ആണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് റെസിഡൻ്റ് ആവാം, നോൺ റെസിഡൻ്റ് ആവാം. റെസിഡൻ്റ് ആണെങ്കിൽ ഹി മേ ബി റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്, അല്ലെങ്കിൽ റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് രണ്ട് ബേസിക് കണ്ടീഷൻ ഉണ്ട്. ബേസിക് കണ്ടീഷൻ നമ്പർ 1, പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം 182 days or more. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ SSC ഈസ് ഇൻ ഇന്ത്യ പ്രീവിയസ് ഇയറിൽ 60 days or more. പിന്നെയോ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 days or more. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ്, അതർവൈസ് ഹീസ് എ നോൺ റെസിഡൻറ്റ്. ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻറ്റ്, രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്താലും റെസിഡൻറ്റ്. ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഹീസ് എ നോൺ റെസിഡൻറ്റ്. ഓക്കെ, നൗ റെസിഡൻ്റ് ആവുന്ന ഒരാൾ തീരുമാനിക്കപ്പെട്ടാൽ ബേസിക് കണ്ടീഷനിൽ അറ്റ്ലീസ്റ്റ് 1 സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എഡീഷണൽ കണ്ടീഷനാണ്. എഡീഷണൽ കണ്ടീഷനിൽ 2 എണ്ണം. ഫസ്റ്റ് എഡീഷണൽ കണ്ടീഷൻ ഈസ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 10 വർഷത്തിൽ 2 വർഷം അയാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം. അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നൊന്നുമല്ല പറഞ്ഞത്, ഈ ഷുഡ് ബി a resident in India. ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് ആവാൻ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. SSC has been in India for a period of 730 days or more during the 7 year preceding the previous year. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 7 yearsൽ 730 days or more അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ അഡീഷണൽ കണ്ടീഷനിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ ഹീസ് എ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്. ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, തിരിഞ്ഞു പോയിട്ടില്ലല്ലോ? ഇല്ല. രണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് ഹീസ് എ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഹീസ് എ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, സോ അതിനിടയിൽ നമ്മൾ ഒരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായി. ഈ പറഞ്ഞിരിക്കുന്ന 2 കേസസിൽ ഫസ്റ്റത്തെ ബേസിക് കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഏതൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ, ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യ ലീവ് ചെയ്ത് പോകുന്നു, ക്രൂല മെമ്പർ ഓഫ് ദ ഷിപ്പ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് ഇന്ത്യ ലീവ് ചെയ്ത് പോകുന്നു. രണ്ടാമത്തത് ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ വിസിറ്റിന് വരുവാണ്. ഹീസ് നോട്ട് ഇൻ ഇന്ത്യ, ഹീസ് റിസൈഡിങ് സംവെയർ എൽസ്, വേറെ ഏതോ കൺട്രിയിൽ റിസൈഡ് ചെയ്യുന്നു, ആൻഡ് ഹീസ് കമ്മിങ് ടു വിസിറ്റ് ഇന്ത്യ. ഇന്ത്യയിൽ വിസിറ്റിന് വരുവാണെങ്കിൽ, ഓക്കെ, വിസിറ്റിന് വരുവാണെങ്കിൽ ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ മാത്രം ചെക്ക് ചെയ്താൽ മതി. റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നറിയാൻ. 182 days മോർ ഉണ്ടെങ്കിൽ റെസിഡൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആ അമെൻമെൻറ്റ് ഡീറ്റെയിൽസും ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. നൗ വിൽ സ്റ്റാർട്ട് വിത്ത് ഇല്ലുസ്ട്രേഷൻ നമ്പർ 1. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് കിട്ടിയെന്ന് മനസ്സിലായ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഡേറ്റ്സ് ഒക്കെ ഓർമ്മയിൽ മീൻസ് സ്ട്രെസ് ചെയ്ത് വായിക്കണം. പ്ലസ് ഏത് ഇയറാണ് പ്രീവിയസ് ഇയർ എന്ന് നല്ല കാര്യമായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കണം. ബിക്കോസ് പ്രീവിയസ് ഇയറിൽ 182 days or more ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുക. സോ പ്രീവിയസ് ഇയർ ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇല്ലുസ്ട്രേഷൻ നമ്പർ 1, മിസ്റ്റർ റഹീം, ആൻ ഇന്ത്യൻ സിറ്റിസൺ എംപ്ലോയ്ഡ് ഇൻ കുവൈത്ത്. കുവൈത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസൺ ഹാസ് ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് 20 lakh ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ഒരു ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് 20 lakh. ഹി ഗിവ് യു ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഓരോ ഇയറിലും എത്ര ദിവസം ഇന്ത്യയിൽ സ്റ്റേ ഉണ്ടെന്ന് ഇയാളിവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ റഹീം ഫോർ ദ ഇയർ 2021. ഓക്കെ, അതുവരെ മാത്രം ഞാനിപ്പോൾ നോക്കുന്നത്. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ ഇയർ 2021. അസസ്മെൻറ്റ് ഇയർ ആണോ 2021 അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആണോ 2021 എന്ന് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് പ്രീവിയസ് ഇയർ കേട്ടോ. ഇത് പ്രീവിയസ് ഇയറാണ് തന്നത്, അസസ്മെൻറ്റ് ഇയർ അല്ല. സോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് 2020-21 ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് പ്രീവിയസ് ഇയർ 2021 182 days or more ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. സോ ദിസ് ഇസ് യുവർ റിലവൻറ്റ് പ്രീവിയസ് ഇയർ. ഇവിടെ അസസ്മെൻറ്റ് ഇയർ എന്നാണ് തന്നെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പ്രീവിയസ് ഇയറിൽ വേണം ചെക്ക് ചെയ്യാൻ. ബട്ട് ഇവിടെ ഒന്നും പറയുന്നില്ലെങ്കിലല്ല, ഇത് പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. ഇയർന്ന് തരാം, ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇയർന്ന് തരാം. സോ ഫൈനാൻഷ്യൽ ഇയർ എന്നൊക്കെ കണ്ടാൽ ദാറ്റ് ഇസ് യുവർ പ്രീവിയസ് ഇയർ. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഓക്കെ, ചിലപ്പോൾ ഇത് അസസ്മെൻറ്റ് ഇയർ എന്ന് വെച്ചാൽ നിങ്ങൾ തൊട്ട് മുന്നേ ഉള്ളതൊക്കെ ചെക്ക് ചെയ്യും. സോ ഇയർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ, പ്രീവിയസ് ഇയർ എന്നൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി യുവർ പ്രീവിയസ് ഇയർ. അസസ്മെൻറ്റ് ഇയറാണ് തരുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളതായിരിക്കും പ്രീവിയസ് ഇയർ. ഓക്കെ, സോ
സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ കിട്ടിയ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ബിക്കോസ് നമുക്ക് ആദ്യം അറിയേണ്ടത് അയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു ചെക്ക് ദി ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ 182 ഡേയ്സ് ഓർ മോർ ഉണ്ടായിരുന്നു. സോ പ്രീവിയസ് ഇയർ, ഈ ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഉണ്ടായിരുന്നു. ഇയർ എവിടെ ഇതാ, ദിസ് ഇസ് യുവർ പ്രീവിയസ് ഇയർ 2021. 2021 അയാൾ 182 ഡേയ്സ് ഓർ മോർ ഉണ്ടായിരുന്നു. നോ. സോ ബേസിക് കണ്ടീഷൻ നമ്പർ 1 നോട്ട് സാറ്റിസ്ഫൈങ്. അയാൾ ബേസിക് കണ്ടീഷനിൽ നമ്പർ 1 നോട്ട് സാറ്റിസ്ഫൈങ്. അതുകൊണ്ട് നമ്മൾ നമ്പർ 2 നോക്കുന്നു. 2 എന്താ പറയുന്നത്? പ്രീവിയസ് ഇയറിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡേയ്സ് പ്ലസ് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 ഇയേഴ്സിൽ 365 ഡേയ്സ്. ഇതല്ലേ? സോ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടോ. പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഇല്ല, 50 ഡേയ്സേ ഉള്ളൂ. സോ ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈങ് ദ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഓൾസോ. അപ്പോൾ ഇയാൾ ആരാ? നോൺ റെസിഡൻറ്റ്. ഒന്നുപോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഹീസ് എ നോൺ റെസിഡൻറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ ഹീസ് എ റെസിഡൻറ്റ്. ബട്ട് ഇത് രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഹീസ് എ നോൺ റെസിഡൻറ്റ്. യു ക്യാൻ സീ ദ ആൻസർ ഹിയർ. Mr. Rahim does not satisfy the basic condition for residential status. 2020-21 ഇയാൾ ഇന്ത്യയിൽ 50 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. therefore he is a non-resident in India. അത് എഴുതണം. ഓക്കെ. is a resident but not ordinary resident. ഓക്കെ. സി, ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഭാഗങ്ങൾ നോക്കാം. സി, ഇവിടെ he is an Indian citizen. ഇയാളുടെ ഇന്ത്യൻ സിറ്റിസൺ ആണ്. His income during the year, Indian income during the year exceeds 15 lakh, right? ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം 50 ലാഖിൽ കൂടുതലാണ്. ആൻഡ് ഹിസ് ഇൻകം അബ്രോഡ് ഇസ് നോട്ട് സബ്ജക്റ്റ് ടു ഇൻകം ടാക്സ്. ഇയാൾ വേറെ അബ്രോഡിൽ ഹിസ് നോട്ട് സബ്ജക്റ്റ് ടു ഇൻകം ടാക്സ്. സി, ഇന്നലെ പഠിച്ച ഡീംഡ് റെസിഡൻറ്റിൻ്റെ 3 കണ്ടീഷൻസ് ആർ ദർ. പേഴ്സൺ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. യെസ്, മിസ്റ്റർ റഹീം ഇസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ടോട്ടൽ ഇൻകം എക്സീഡ് 15 ലാക്ക്. ഇന്ത്യൻ ഇൻകം ആയിരിക്കണം. ആസ് ഇന്ത്യയിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഇൻകം ആണ് 20 ലാക്ക്. സോ എക്സീഡ്സ് 15 ലാക്ക്. സോ ദാറ്റ് ഈസ് സാറ്റിസ്ഫൈങ്. ആൻഡ് ദ തേർഡ് കണ്ടീഷൻ, ഇൻകം ഇസ് നോട്ട് ലയബിൾ ടു ടാക്സ് ഇൻ എനി അതർ കൺട്രി. സോ ഇവിടെ നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട് ഇസ് ഇൻകം അബ്രോഡ് ഇസ് നോട്ട് സബ്ജക്റ്റ് ടു ഇൻകം ടാക്സ്. സോ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആസ് പെർ അവർ ബേസിക് തിങ് ഹീസ് എ നോൺ റെസിഡൻറ്റ്. ബട്ട് ഒരു പുതിയ ക്ലോസ് ഉണ്ട് നമുക്ക്, 61A ഡീംഡ് റെസിഡൻറ്റ്. ഏതാ സെക്ഷൻ 61A ഡീംഡ് റെസിഡൻറ്റ് പ്രകാരം. ഡീംഡ് മീൻസ് ഡീംഡ് റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് അല്ലേ. ഡീംഡ് ടു ബി റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. സോ ഈ കണ്ടീഷൻ പ്രകാരം ഇയാളെ നമുക്ക് നോൺ റെസിഡൻറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഹീസ് എ റെസിഡൻറ്റ് ബട്ട് ഓർഡിനറി റെസിഡൻറ്റ്. കണ്ടല്ലോ, തിയറി നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. ഈച്ച് ആൻഡ് എവറിത്തിങ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കിപ്പോൾ ആദ്യത്തെ മാത്രമേ അറിയൂ, ഡീംഡ് റെസിഡൻറ്റ് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ നോൺ റെസിഡൻറ്റ് എന്നായിരിക്കും. ബട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. ബിക്കോസ് ഈസ് എ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആസ് പെർ സെക്ഷൻ 61A. ദാറ്റ് ഇസ് ഡീംഡ് റെസിഡൻറ്റ്. ഞാൻ ഡീംഡ് നിൻ്റെ അടുത്ത് എനിക്ക് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ബിക്കോസ് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലൊക്കെ കോർപ്പറേറ്റിലൊക്കെ പറഞ്ഞ് ശീലിച്ച് പോയി. ഓക്കെ. സോ ഹീസ് എ ഡീംഡ് റെസിഡൻറ്റ്. ഡീംഡ് റെസിഡൻറ്റ് എന്ന് പറയാം റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ഈ കണ്ടീഷൻ കൊണ്ടാണ് അയാൾ ഡീംഡ് റെസിഡൻറ്റ് ആയത്. നൗ യുവർ സെക്കൻഡ് കണ്ടീഷൻ ഇസ് വാട്ട് വിൽ ബി യുവർ ആൻസർ ഇഫ് ഹി ഈസ് എ ഫോറിൻ സിറ്റിസൺ ആൻഡ് ഹിസ് പാരൻസ് വെയർ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇയാൾ ഫോറിൻ സിറ്റിസണും ഇയാളുടെ പാരൻസ് ഇന്ത്യൻ ഒറിജിനും ആണെങ്കിൽ നിങ്ങളുടെ ആൻസറിൽ എന്താണ് ചേഞ്ച് വരിക? ഓക്കെ. സി, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന്. ഇവിടെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇല്ല മക്കളെ. സോ ഇവിടെ തന്നിട്ടുമുണ്ട് ഹീസ് എ ഫോറിൻ സിറ്റിസൺ, ഹീസ് നോട്ട് ആൻ ഇന്ത്യൻ സിറ്റിസൺ. സോ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ഡീംഡ് റെസിഡൻറ്റിൻ്റെ കാറ്റഗറിയിൽ വരുമോ? ഇല്ല. ബിക്കോസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഇയാൾ ആരായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ ഹി വിൽ ബി എ നോൺ റെസിഡൻറ്റ്. ബിക്കോസ് ഡീംഡ് റെസിഡൻറ്റ് എന്നുള്ള കണ്ടീഷൻ ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ബിക്കോസ് കണ്ടീഷൻ നമ്പർ 1 ഫോർ ദ ഡീംഡ് ഡിവിഡൻറ്റ് ഇസ് പേഴ്സൺ ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഹി ഈസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ചെയ്തു. ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 ഐ ഡിഡിൻ ഗെറ്റ് എ പ്രോപ്പർ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ഡിസ്കസ് ചെയ്തതാണ്. സോ ലേറ്റർ ക്ലാസ്സിൽ നമ്മളിത് പറയാം. ബിക്കോസ് ഇപ്പോൾ പിന്നെയും വീഡിയോ ഇടാൻ പിന്നെയും ലാഗ് വരും. ഓക്കെ. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. Now this is your illustration number
4. ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കും കൂടെ ചേർത്തിട്ടുള്ളതാണ്. ബട്ട് നമ്മളിപ്പോൾ അത് പഠിക്കാത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യും. മിസ്റ്റർ ജെയ്സൽ ആൻ ഇന്ത്യൻ സിറ്റിസൺ USA ലെഫ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് പോവുകയാണ് 15/2/2020. ഓക്കെ, ഫെബ്രുവരി 15-ാം തീയതി 2020 ആദ്യമായിട്ട് ഇന്ത്യ വിട്ട് USA പോവുകയാണ് ഫോർ ബിസിനസ് പർപ്പസ്. ഈ റിട്ടേൺ ടു ഇന്ത്യ ഓൺ 1/4/2020. 15 ഫെബ്രുവരിയിൽ പോയിട്ട് അയാൾ April 1 തിരിച്ചു വന്നു. അഗെയിൻ വെൻ ടു യൂറോപ്പ് ടൂർ ഓൺ 30/4/2020. April 30-ാം തീയതി ഇയാൾ വീണ്ടും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് പോയി. എന്നിട്ട് തിരിച്ചു വന്നു 5/3/2021. March 5-ാം തീയതി തിരിച്ചു വന്നു. ആൻഡ് ഹി റിമെയിൻസ് ഇൻ ദ കൺട്രി ദെയർ ആഫ്റ്റർ. അതിനുശേഷം അയാൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഫ്രം ദ ബിസിനസ് ഇൻ യൂറോപ്പ് ഹി ഹേർഡ് എ നെറ്റ് ഇൻകം ഓഫ് 50 lakh. എനിവേ, ഇപ്പം നമ്മൾ ഇൻസിഡൻസ് പഠിക്കാത്തതുകൊണ്ട് ഈ ഒരു തിങ്ങിന് നമുക്ക് വലിയ പ്രസക്തി ഇല്ല. ഡിറ്റർമിൻ ഇസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2021. സോ നമ്മളിവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു. സോ ആദ്യമായിട്ട് ഇന്ത്യ വിട്ടുപോയത് 15 ഫെബ്രുവരി 20. എന്ത് ചെയ്യും മുമ്പ് ഫസ്റ്റ് നിങ്ങൾ പ്രീവിയസ് ഇയർ ഏതാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് പ്രീവിയസ് ഇയർ ഇസ് 2021. സോ അവർ പ്രീവിയസ് ഇയർ ഇസ് അവർ പ്രീവിയസ് ഇയർ ഇസ് 2021. ഇനി ഇന്ത്യ വിട്ടിട്ട് അയാൾ ആദ്യമായിട്ട് പോയത് ഫെബ്രുവരി 2020. എന്നിട്ട് അയാൾ തിരിച്ചു വന്നു. അപ്പോൾ തിരിച്ചു വന്നത് റിട്ടേൺ ടു ഇന്ത്യ ഓൺ 1/4/2020. വീണ്ടും ഇന്ത്യ ലീവ് ചെയ്തിട്ട് അയാൾ പോയിരിക്കുന്നത് 30/4/20. പിന്നെ അയാൾ തിരിച്ചു വന്നിരിക്കുന്നത് 5/3/2021. പിന്നെ അയാൾ എവിടെയും പോയിട്ടില്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. സോ പ്രീവിയസ് ഇയർ ഇസ് 2021. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോക്കണം. റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കുക. ബേസിക് കണ്ടീഷൻ നോക്കണം. ബേസിക് കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ അയാൾ എവിടെ ഉണ്ടായിരിക്കണം. ക്യാമറ തട്ടിപ്പോയി. ഓക്കെ, പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. സോ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പം 2021 ഞാൻ ഒന്നും കൂടി ഇലോബറേറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക ഏപ്രിലാണെന്നറിയാം. So this is the starting and it ends on 31st March 2021. So previous year-ന് ഞാൻ ഒന്നുകൂടെ വിശദമായിട്ട് എഴുതിയെന്ന് മാത്രം. സോ ഈ കാലയളവിനുള്ളിൽ 182 days ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, വേറെ കൊനിഷ്ടൊന്നും ക്വസ്റ്റ്യനിലില്ലാന്ന് വിചാരിക്കും. ഇന്ത്യൻ സിറ്റിസൺ ആണ്, വിസിറ്റിന് വന്നതൊന്നുമല്ല. സോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ കാൽക്കുലേഷൻ. സോ ഈ പീരീഡിനുള്ളിൽ ഇയാൾ ഇന്ത്യയിൽ നിന്ന് ഇവിടുന്ന് പോയി. ഈ പീരീഡ് ദാറ്റ് ഇസ് 15th February 2020 നമ്മൾ ഈ പർവ്യൂവിൽ വരുന്നുണ്ടോ? ഇല്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1/4/2020 ഇയാൾ ഇന്ത്യയിൽ വന്നു. സോ ഇന്ത്യയിലുണ്ട് അയാളെപ്പം 1-ാം തീയതി ഇയാൾ ഇന്ത്യയിലെത്തി. 30/4/2020 വരെ ഇന്ത്യയിലുണ്ട്. എന്നിട്ട് ഈ ഡേറ്റിനാണ് ഇയാൾ യൂറോപ്പിൽ പോകുന്നത്. സോ ഈ ദിവസവും ഹീസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഒരാൾ ഇന്ത്യയിൽ വന്ന ദിവസവും ഒരാൾ ഇന്ത്യയിൽ നിന്ന് പോയ ദിവസവും. ഓക്കെ, അറൈവൽ ഡേറ്റും ഡിപ്പാർച്ചർ ഡേറ്റും വന്ന ദിവസവും പോയ ദിവസവും നമ്മൾ കൗണ്ട് ചെയ്യുമ്പം ആഡ് ചെയ്യണം. ഓക്കെ, സോ ഇയാൾ ഇത്രയും ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പിന്നെയോ ഇതിന് പോയി, യൂറോപ്പിൽ പോയി തിരിച്ചു വന്നിരിക്കുന്നത് 5/3/2021. ഓക്കെ, ഇന്ത്യയിൽ വന്നു. വന്നിട്ട് ഇയാൾ പിന്നെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. ബട്ട് യു സി നമ്മളെ ഡേറ്റ് എവിടെ എൻഡ് ചെയ്യുന്നത്? അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് നമ്മുടെ പ്രീവിയസ് ഇയർ വിൽ എൻഡ് ഓൺ 31st March 2021. സോ നമുക്ക് ഈ പീരീഡിൽ മാത്രം അറിഞ്ഞാൽ മതി. 5-ാം തീയതി അയാൾ തിരിച്ച് യൂറോപ്പിൽ നിന്ന് വന്നിട്ട് ഹീസ് ഇൻ ഇന്ത്യ. സോ 31st March 2021 വരെ അയാൾ അവിടെ തന്നെ ഉണ്ട്, ഇന്ത്യയിൽ തന്നെ ഉണ്ട്. സോ നമുക്കത് മാത്രം മതി. ഇനി ശ്രദ്ധിച്ചോ കാൽക്കുലേഷൻ. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ എത്ര ദിവസം ഉണ്ടോ? ഇൻക്ലൂഡിങ് 1 and 30. 1ഉം 30ഉം കൂടെ കൂട്ടിയിട്ട് എത്ര ദിവസമുണ്ട്? 30 ദിവസം ഉണ്ടാവും അല്ലേ? 30 days. ഓക്കെ, ഇനി ഇത് 5ഉം 31. 5-ാം തീയതി മാർച്ച് 5 മുതൽ മാർച്ച് 31 വരെ എത്ര ദിവസമുണ്ട്? എല്ലാവരും കൈ 10 റെഡിയാക്കി വെച്ചോ. നോ, ഈസി വേസ് ഈ ഡേറ്റ് എടുക്കുക. ഇവിടെ ഏത് ഡേറ്റ് ആയിക്കോട്ടെ ഈ ഡേറ്റ് എടുക്കുക. അതായത് നമുക്ക് എൻഡ് പീരീഡ് എടുക്കുക 31.
ഈ ഡേറ്റ് നോക്കുക. സ്റ്റാർട്ടിങ് ഇറ്റ് ഈസ് 5. 5ന് തൊട്ട് മുമ്പേയുള്ള ഡേറ്റ് എടുക്കുക. 4 മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 27 കിട്ടും അല്ലേ? 27 ഇതായിരിക്കും ഇതിൽ ആൻസർ. 27 ഡേയ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ 20 ആണെന്ന് വെച്ചോ. 23 എക്സാമ്പിൾ പറയുവാണേ. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 6, 3, 21. ഇത് രണ്ടും തമ്മിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 20 എടുക്കുക. ഇതെടുക്കുക, മൈനസ് ചെയ്യുക. 6 എന്ന് കഴിഞ്ഞിട്ട് 1 കുറക്കുക, 5. ഇത് രണ്ടും മൈനസ് ചെയ്യുക, 15 ഡേയ്സ്. സോ ഇത് രണ്ടും തമ്മിൽ 15 ഡേയ്സ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. സോ യു വിൽ ഗെറ്റ് 27 ഡേയ്സ്. സംശയമുള്ളവർ 5, 6, 7, 8, 9, 10 അങ്ങനെ 31 വരെ എണ്ണി നോക്കിക്കോ. 27 ദിവസം കിട്ടും. സോ പ്രീവിയസ് ഇയറിൽ ടോട്ടൽ ഇയാൾ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് ഇതല്ലേ നമ്മളെ പ്രീവിയസ് ഇയർ. സോ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ. സോ 30 + 27 ഇന്ത്യയിൽ അയാൾ ഉണ്ടായിരുന്നത് 57 ദിവസം. 57 days. പ്രീവിയസ് ഇയറിൽ ഹീ ഈസ് ഇൻ ഇന്ത്യ ഫോർ 57 days. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ എന്താ? പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടായിരിക്കണം. ബട്ട് ഹീ ഈസ് നോട്ട് ഇൻ ഇന്ത്യ ഫോർ 60 days. 57 ഡേയ്സേ ഉള്ളൂ. സോ അതും കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഈസ് എ നോൺ റെസിഡൻ്റ് ആയിരിക്കും ആൻസർ. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ് ബിക്കോസ് 57 ഡേയ്സ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ നോട്ട് സാറ്റിസ്ഫൈഡ് ബിക്കോസ് 4 ഇയറിൽ ഉണ്ടായിരിക്കാം. ബട്ട് പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സില്ല. നിങ്ങൾ അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഒരിക്കലും ഒറ്റൊന്നും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല വീണ്ടും ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. 60 ഡേയ്സ് ഇല്ലയെന്ന് കണ്ടാൽ പിന്നെ ഒന്നും ചെക്ക് ചെയ്യേണ്ട. ബട്ട് 60 ഡേയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീസീഡിങ് 4 ഇയേഴ്സിൽ 365 ഡേയ്സ് ഓർ മോർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട വരുമായിരുന്നു. സോ ഈസ് എ നോൺ റെസിഡൻറ്റ്. ബാക്കി നമുക്ക് അറിഞ്ഞൂടാ ബിക്കോസ് നമ്മൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് പഠിച്ചിട്ടില്ല. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ലുസ്ട്രേഷൻ നമ്പർ 5. മിസ്റ്റർ ആനന്ദ്, എ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, എംപ്ലോയിഡ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ പോയി ആൻഡ് കംസ് ടു ഇന്ത്യ. വിസിറ്റിന് വരുന്നതെന്ന് പറയുന്നില്ല. ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ തരുന്നതാണ്. വിസിറ്റിനാണ് വരുന്നതെങ്കിൽ ഇവിടെ വിസിറ്റ് എന്നുള്ളത് അതായത് വിസിറ്റ് വിസ എടുത്ത് വരുന്നു എന്നുള്ള മീനിങ് കേട്ടോ, വിസിറ്റ്. ബട്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കാണിക്കുന്നില്ല. സോ ഈസ് നോട്ട് ഫോർ വിസിറ്റ് പേർപ്പസ്. കംസ് ടു ഇന്ത്യ ഓൺ 30/6/2014. ഹി റിമെയിൻഡ് ഇൻ ഇന്ത്യ ഫോർ 3 years. അയാൾ 3 വർഷം ഇന്ത്യയിൽ താമസിച്ച് ഈ ഡേറ്റിന് വന്നിട്ട്. ഓക്കെ, 2014 വന്നിട്ട് 3 വർഷം ഇന്ത്യയിൽ താമസിച്ചു. ആൻഡ് വെൻ ടു USA on 1/7/2017. ഹി റിട്ടേൺ ടു ഇന്ത്യ. പിന്നെ ഇന്ത്യയിൽ വന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 1/4/2018. ആൻഡ് വെൻ ബാക്ക് ടു USA on 31/7/2019. അഗെയിൻ ഹി റിട്ടേൺ ടു ഇന്ത്യ ഓൺ വന്ന് പോയി വേറെ പണിയൊന്നുമില്ല അല്ലേ. Again he returned to India on 1/1/2020 securing transfer from USA to Delhi branch. So ഇയാൾ അവിടുന്ന് ട്രാൻസ്ഫറൊക്കെ വാങ്ങി പിന്നെ വന്നതാണ്. Determine his residential status for the previous year 2021. So previous year നമുക്ക് ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് 2021. ഓക്കെ, നിങ്ങളെങ്ങനെ ഈ കണക്കിനെ അപ്രോച്ച് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, കണ്ടാൽ തന്നെ ഏകദേശം ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. പക്ഷേ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേടോ അല്ലേ. സോ നമുക്ക് അറിഞ്ഞൂടാ. ഞാനപ്പോൾ പ്രീവിയസ് ഇയർ ആദ്യം ഇവിടെ എഴുതി 2021. സോ ആസ് യൂഷ്വൽ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കാൻ ബേസിക് കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ ഐ ഹാവ് ടു ചെക്ക്. പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഉണ്ടായിരിക്കണമെന്ന് നോക്കണം. അതിനുവേണ്ടി ഞാൻ എല്ലാ ഡേറ്റിനെയും ഇവിടെ എഴുതുവാണ്. കംസ് ടു ഇന്ത്യ. ആദ്യമായിട്ട് അയാൾ ഇന്ത്യയിൽ വന്നത് 3 year ഇവിടെ താമസിച്ചു. ഇയാൾ ഇന്ത്യയിൽ നിന്ന് പോയി. ഇതാണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. രണ്ടാമത് വീണ്ടും അയാൾ ഇന്ത്യയിൽ വന്നു. ദെൻ ഇന്ത്യയിൽ നിന്ന് പോയത് ദിസ് വൺ. പിന്നെ ഇയാൾ ഇന്ത്യയിൽ വന്നു 20. ബട്ട് ഇയാൾ പിന്നെ പോയില്ല. കണ്ടിന്യൂസ് സ്റ്റേ ഇൻ ഇന്ത്യ. സോ നമ്മളെ പീരീഡ് ഇസ് ദിസ് വൺ. ഇതിനെ ഇലോബറേറ്റ് ചെയ്ത് ഞാൻ എഴുതുന്നത് 20 to 31/3/2021. ഓക്കെ, ഭയങ്കര ചൂടിവിടെ. ഓക്കെ, എഴുതി. സോ നമ്മുടെ പീരീഡ് ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും, ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും.
സോ ഏപ്രിൽ ഇയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ? യെസ്. ഇയാൾ ജനുവരി 2020 വന്നിന്. അപ്പോൾ ഏപ്രിലും ഉണ്ട്. ഈ ഫുൾ ടൈം ഹീസ് ഇൻ ഇന്ത്യ. സോ 365 ഡേയ്സ് തന്നെ ഇയാൾ ഇന്ത്യയിലുണ്ട്. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാം? ഹീസ് എ റെസിഡൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ബേസിക് കണ്ടീഷൻ ഈസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ്. ഇനി നമ്മൾ അഡീഷണൽ കണ്ടീഷൻ നോക്കിയാൽ മതി. ഓക്കെ. പ്രീവിയസ് ഇയറിൽ ഹീസ് 365 ഡേയ്സ് തന്നെ ഉണ്ട്. ബിക്കോസ് ഏപ്രിൽ മുതൽ മാർച്ച്, ഇയാൾ ജനുവരിയിൽ വന്നിട്ടുണ്ട്. സോ ഏപ്രിൽ മുതൽ മാർച്ച് വരെ ഹീസ് ഇൻ ഇന്ത്യ. പിന്നെ എവിടെയും പോയിട്ടില്ല. സോ ആ ഒരു കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹീസ് എ റെസിഡൻ്റായി. ഇനി റെസിഡൻ്റ് ആകുമ്പോൾ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അഡീഷണൽ കണ്ടീഷൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ, പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 10 വർഷങ്ങളിൽ 2 വർഷം ഇയാൾ റെസിഡൻ്റ് ആയിരിക്കണം. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 10 വർഷം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മളെ പ്രീവിയസ് ഇയർ. തൊട്ട് മുന്നേയുള്ള 10 വർഷം ഇത് ഇങ്ങനെ എഴുതണം. ഇനി ഇവിടെ വരും 19, 18, 19. ഇനി ഇവിടെ 18 വരും, 17, 18, 16, 17, ദെൻ 15, 16 ഇങ്ങനെ. ഓക്കെ. അത് തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതി. ചില കുട്ടികൾക്ക് ഇതൊക്കെ എഴുതാൻ ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ? അല്ലടോ. സോ ഇതിന് തൊട്ട് മുന്നേ ഉള്ളതെന്ന് പറയുമ്പോൾ 19, 20. 19 ഇനി ഇവിടെ വരും, 18, 19, 17, 18, 16, 17, 15, 16. അങ്ങനെ 10 വർഷം നിങ്ങളിവിടെ കോട്ട് ചെയ്യണം. ഓക്കെ. ഞാനിവിടെ എഴുതാം. 14, 15, 13, 12, 14 ചേടാ 1, 2, 3, 4, 5, 6, 7, 8 ഇനിയും വേണമല്ലോ. 10, 11. 10 ഇയേഴ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. തെറ്റിനോ ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ ഇടയിൽ സ്കിപ്പായി പോയിനോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ ഇങ്ങനെ പറഞ്ഞു തന്നത്. ഓക്കെ. 14, 13, 12, 11. എനിക്കിത് പഠിക്കുന്ന സമയത്ത് എനിക്കിത് തെറ്റലുണ്ട്. ഇപ്പോഴും കണ്ടാ തെറ്റിയത്. ഓക്കെ. എനിവേ ഞാൻ എന്താ ചെയ്യുക അല്ലേ? 2021. ഓക്കെ. അപ്പോൾ 10 ഇയറിൽ 2 ഇയർ റെസിഡൻ്റ് ആയിരിക്കണം ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്ക്, 2014 അയാൾ വന്നിട്ട് 3 ഇയർ ഇവിടെ തന്നെ താമസിച്ചിന്. അതിൻ്റെ അർത്ഥം 2 ഇയറിൽ അയാൾ ഇവിടെ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഒരു വർഷം സ്റ്റേ ചെയ്താൽ ഹീസ് എ റെസിഡൻറ്റ്, റൈറ്റ് അല്ലേ? ബേസിക് കണ്ടീഷൻ അത്. ഇയാൾ 3 വർഷം അടുപ്പിച്ച് ഇവിടെ സ്റ്റേ ചെയ്തിന്. ആൻഡ് 14 ഒക്കെ നമ്മളെ പ്രീവിയസ് 10 ഇയേഴ്സിൽ വരുന്ന ഇയറുമാണ്. സോ ഇയാൾ കൂളായിട്ട് അഡീഷണൽ കണ്ടീഷൻ നമ്പർ 1 സാറ്റിസ്ഫൈ ചെയ്യുന്നു. ബിക്കോസ് 2014 ഇയാൾ വന്നിട്ട് 17 വരെ, ദാറ്റ് ഇസ് കണ്ടിന്യൂസ് 3 ഇയേഴ്സ് ഹീ ഈസ് ഹിയർ. കണ്ടിന്യൂസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു 2 ഇയറിൽ ഇയാൾ റെസിഡൻ്റ് ആയാൽ മതി. സോ ഇവിടെ 2014 to 2017 3 ഇയർ ഉണ്ട്. സോ ഒബ്വിയസ്ലി ഇയാൾ അഡീഷണൽ കണ്ടീഷൻ നമ്പർ 1 സാറ്റിസ്ഫൈ ചെയ്യുന്നു. 2 വർഷത്തിൽ കൂടുതൽ ഇയാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരുന്നു. ഓക്കെ. നൗ അഡീഷണൽ കണ്ടീഷൻ നമ്പർ 2 എന്താ പറയുന്നുണ്ടായ? 7 വർഷങ്ങളിൽ. സോ 1, 2, 3, 4, 5, 6, 7 ഇതാണ് 7 വർഷം ഇവിടെ വരെയുള്ള. പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 7 വർഷങ്ങളിൽ 730 ഡേയ്സ് ഉണ്ടായിരിക്കണം. 730 ഡേയ്സ് ഉണ്ടായിരിക്കണം. എടാ മക്കളെ, ഇത് തന്നെ നോക്ക്. ഇയാൾ 3 വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ 7 ഇയറിൻ്റെ ഉള്ളിൽ വരുന്ന പീരീഡുമാണ്. 3 ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഇയറിൽ 365. അങ്ങനെ 3 ഇയർ കൂട്ടിയാൽ തന്നെ ഇതെന്തായി? 730 ഡേയ്സിലും മോറായി. ഓക്കെ അല്ലേ? ഇവിടുന്ന് മുതൽ ഇവിടെ വരെ ഇത് നമ്മളെ 7 ഇയറിൽ വരുന്ന പ്രീവിയസ് ഇയറുകളാണോ? ഇത് ഏതൊക്കെയാണ് പ്രീവിയസ് ഇയർ എന്ന് നോക്കാമല്ലോ. ദിസ് ഇസ് ജൂൺ ആണ്. അപ്പോൾ നമ്മളെ ഇത് 36, 2014 ടു ഈ ഇയർ എൻഡ് ചെയ്യപ്പോഴായിരിക്കും 31st മാർച്ച്. ഞാൻ ഇവിടെ എഴുതാം അതൊന്നും കൂടെ. ഇതാണ് നമ്മുടെ ടൈം പീരീഡ്. 3 ഇയർ താമസിച്ചു ആൻഡ് 1/7/2017 പോയി. നമുക്കിത് ഏത് ഇയേഴ്സാണ് നോക്കാം. ഇത് പറയുവാണെങ്കിൽ 36, 2014 ആൻഡ് ഈ ഇയർ എൻ്റെ എപ്പോൾ കഴിയാം? 31st മാർച്ച് 2015. സോ ഇത് ഏതാ ഇടാ ഇയർ? 2014-15. അടുത്തത് 1/4/2015 ടു 30th മാർച്ച് 2016. ഏതാ ഇയർ? 2015-16. നെക്സ്റ്റ് ഇയർ ഹീസ് ഇൻ ഇത്ര ദിവസം വരെ ഉണ്ട്, 1/7 വരെ. നെക്സ്റ്റ് ഇയർ നമുക്ക് എഴുതി നോക്കാം. 1/4/2016 ടു 31st മാർച്ച് 2017. ഓക്കെ. ഈ ഇതിലും ഫുള്ളുണ്ട് ബിക്കോസ് ഹി ലെഫ്റ്റ് ഓൺലി ഓൺ ജൂലൈ. സോ മാർച്ച് കഴിഞ്ഞിട്ടാണ് ജൂലൈ വരുന്നത്. സോ ഈ ഇയറിലും
ഇയാൾ ഫുള്ളുണ്ട്. ഈ ഇയറിൽ ഇയാൾ ഫുൾ ഡേയ്സ് ഇല്ല, ബട്ട് ഈ ഇയറിൽ ഹീസ് ഇൻ 365 ഡേയ്സ് ഉണ്ട്. ഈ ഇയറിലും ഹീസ് 365 ഡേയ്സ്. ഇത് തന്നെ എന്തിൽ കൂടുതലാണ്? 730 ഇവിടെ തന്നെയായി, ബട്ട് ഇവിടെയും ഉണ്ട് കുറച്ച് ദിവസങ്ങൾ അല്ലേ, ഇത് മുതൽ ഇതുവരെ. സോ ഹീ ഈസ് സാറ്റിസ്ഫൈങ് ദ അഡീഷണൽ കണ്ടീഷൻ നമ്പർ 2 ഓൾസോ. സോ ഹീ ഈസ് എ റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. മിസ്റ്റർ ആനന്ദ് ഇന്ത്യയിൽ മോർ ദാൻ 365 ഡേയ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ ഓക്കെ, നൗ ഇറ്റ്സ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 7 നോക്കാം. മിസ്റ്റർ ക്ലിൻറ്റ് ഈസ് എ സിറ്റിസൺ ഓഫ് ഫ്രാൻസ്. പിന്നെ നമുക്ക് അയാൾ ഓരോ ഇയറിലും താമസിച്ചിരിക്കുന്ന ഡേയ്സിൻ്റെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ഇസ് ഗിവൺ. ഓക്കെ, നിങ്ങൾ ഒരു തവണ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിച്ചു നോക്കുക. പ്രീവിയസ് ഇയറിൽ അപ്പം നമുക്ക് ആദ്യം നോക്കേണ്ടത് റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ. സോ 182 ഡേയ്സ് ഓർ മോർ പ്രീവിയസ് ഇയറിലുണ്ടോ? പ്രീവിയസ് ഇയർ ഇത്, ദിസ് ഈസ് അവർ പ്രീവിയസ് ഇയർ. സോ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഉണ്ടോ? ഇല്ല. ബേസിക് കണ്ടീഷൻ നമ്പർ 1 നോട്ട് സാറ്റിസ്ഫൈങ്. ബേസിക് കണ്ടീഷനിൽ നമ്പർ 1 നോട്ട് സാറ്റിസ്ഫൈങ്. ഈ നമ്പർ 2 പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഓർ മോർ ഉണ്ടായിരിക്കണം, ഉണ്ട്. പ്ലസ് 4 ഇയേഴ്സ് പ്രിസീഡിങ്. 4 എന്ന് പറയുമ്പോൾ 1 ഇത്, 2 ഇത്, 3 ഇത്, 4 ഇത്. 4 ഇയേഴ്സിൽ എത്ര ദിവസം വേണം? 365 ഡേയ്സ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ 0 പ്ലസ് 210 പ്ലസ് 165 പ്ലസ് 10. യെസ്, 365 ഡേയ്സിൽ കൂടുതലുണ്ട്. സോ ബേസിക് കണ്ടീഷൻ നമ്പർ 2 ഇസ് സാറ്റിസ്ഫൈങ്. പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഓർ മോറും ഉണ്ട്. 4 ഇയേഴ്സ് പ്രിസീഡിങ് ദ റിലവൻറ്റ് പ്രീവിയസ് ഇയറിൽ 365 ഡേയ്സ് ഓർ മോർ ഉണ്ട്. സോ ഹീ ഈസ് എ റെസിഡൻറ്റ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷനിലെ നമ്പർ 1 പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 10 വർഷം. സോ 4, 5, 6, 7, 8, 9, 10. 10 വർഷം. പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 10 വർഷത്തിൽ 2 വർഷം ഇയാൾ റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് ആവണമെങ്കിൽ ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. നമുക്ക് ആദ്യം 182 ഡേയ്സ് മോർ ഉണ്ടോ എന്ന് നോക്കാം. ഈ ഇയറിലില്ല, ഈ ഇയറിൽ 182 ഡേയ്സ് മോർ ഉണ്ട്. സോ ഈ ഇയറിൽ ഈസ് എ റെസിഡൻറ്റ്. ഒരു ഇയറിൽ പോരാ, 2 ഇയർ, അറ്റ്ലീസ്റ്റ് 2 ഇയർ എങ്കിലും വേണം. ഇവിടെ നോട്ട് റെസിഡൻ്റ് അല്ല, റെസിഡൻ്റ് അല്ല, അതെ ഇവിടെ റെസിഡൻ്റ് ആണ്. ഇവിടെ ഇതുവരെ നോക്കിയാൽ മതി, ബിക്കോസ് 2 ഇയർ മതി. എന്നാലും നമ്മൾ വെറുതെ ഒന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഇവിടെയും റെസിഡൻ്റ് ആണ്, ഇവിടെയും റെസിഡൻ്റ് ആണ്. സോ ഹീ സാറ്റിസ്ഫൈങ് അഡീഷണൽ കണ്ടീഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തത് അഡീഷണൽ കണ്ടീഷൻ നമ്പർ 2 7 ഇയേഴ്സ് പ്രിസീഡിങ്. 7 ഇയർ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ. പ്രീവിയസിന് തൊട്ട് മുന്നേയുള്ള 7 ഇയറിൽ എത്ര ഉണ്ടായിരിക്കണം? 730 ഡേയ്സ് ഉണ്ടായിരിക്കണം. സോ കാൽക്കുലേറ്റർ എടുക്കുക, ഇതിന് ശേഷമുള്ളത് ആഡ് ചെയ്യുക. 0 പ്ലസ് 210 പ്ലസ് 165 പ്ലസ് 10 പ്ലസ് 281 പ്ലസ് 160 പ്ലസ് 16. 730 ഡേയ്സിൽ മോർ കിട്ടുന്നുണ്ട്. 842 അങ്ങാണ്ട് കിട്ടുക. സോ 842 ഡേയ്സ് ഉണ്ട്. സോ ഇയാൾ അഡീഷണൽ കണ്ടീഷൻ നമ്പർ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നു. സോ ഈസ് എ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 ആൻഡ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 6 നമ്മൾ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്ത് പറയുന്നതായിരിക്കും. സോ നന്നായിട്ട് തിയറി നോക്കുക. പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ വേറെ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, സി ഇവിടെ വേറൊരു കണക്കൊക്കെ കാണുന്നുണ്ട്, ബട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും മതി എന്നല്ലേ. ഇവിടെ ഒരു കണക്ക് കാണുന്നുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുക ഒറ്റക്ക്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം എന്തെങ്കിലും. ക്വസ്റ്റ്യൻ വരെ ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല. യു ഡു ഇറ്റ് ആസ് യുവർ ഹോംവർക്ക്. ഇതൊക്കെ നിങ്ങൾ ഹോംവർക്കായിട്ട് ട്രൈ ചെയ്യുക. എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. എവിടെയാണോ സ്റ്റക്ക് ആവുന്നത് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുക. ഗ്രൂപ്പിൽ ഇടണ്ട, മീൻസ് പേഴ്സണലി ചോദിക്കുക. കുറേ ആൾ ഒരേ ഡൗട്ട് ചോദിക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ സൊല്യൂഷൻ ഗ്രൂപ്പിലിടും, അല്ലെങ്കിൽ പേഴ്സണലി ഞാൻ പറഞ്ഞുതരും. ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്, നിങ്ങൾ നോക്കണം. ഇപ്പുറത്തൊക്കെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്, എല്ലാം എടുത്തെടുത്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഡച്ച് സിറ്റിസൺ വിസിറ്റ് ഇന്ത്യ, സ്റ്റേസ് അപ് ടു ആൻഡ് ബിഫോർ ലീവിങ് ഹോളണ്ട്. ഇതൊക്കെ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യട്ടോ. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് തറവും. പിന്നെ ഈ ഒരു പാഠത്തിനെ പറ്റി പറയട്ടെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. എൻ്റെ കാര്യത്തിൽ പറയാം, എനിക്ക് ഈ ഡേറ്റ്സ് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് അല്ലെങ്കിൽ നമ്പേഴ്സ് ഭയങ്കര പ്രശ്നമാണ്. ബട്ട് എനിക്ക് ഈ ഡേറ്റിൽ എപ്പോൾ ഒന്നിക്കലും എന്നോട് ഇയർ തെറ്റിപ്പോവും. മീൻസ് 19 എഴുതേണ്ട, എൻ്റെ അടുത്ത്
ആഡ് മീൻസ് 18 അങ്ങോട്ട് അങ്ങ് എഴുതിപ്പോവും. സോ ബി വെരി കെയർഫുൾ. അങ്ങനെ പ്രോബ്ലം ഉള്ള കുട്ടികൾ ഈ ഡേറ്റ്സിനെ കാണുമ്പോൾ ഈ കൗണ്ടിങ് നമ്പർ ഓഫ് ഡേയ്സ് എടുക്കേണ്ടതൊക്കെ ചില കുട്ടിയൊക്കെ മേ ബി വേറെ വീട്ടിൽ പലതിലും അവർ എക്സ്പേർട്ട് ആയിരിക്കാം. ബട്ട് ഈ ഒരു കാര്യത്തിൽ ചിലപ്പം ബുദ്ധിമുട്ട് വന്നായിരിക്കും. ഇവിടെ വേറെ ഒന്നുമില്ല. ഈ ഡേറ്റുകൾ തമ്മിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കൽ മാത്രമാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, പിന്നെ പഠിപ്പിച്ചെന്ന തിയറി ക്രിസ്പ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി ആൻഡ് ഫേം എടുക്കണം.